ഹലോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അല്ലേ? അല്ലേ ആവട്ടെ? ആണോ? ഹലോ. എന്തോ ആലോചിക്കുക അല്ല വേറെന്തോ ശ്രദ്ധിക്കും. പുളിയില്ല. വീട്ടിലാന്ന് പറഞ്ഞ മുറിഞ്ഞോഴ പോകുന്ന പുള്ളി വന്നു ദൂരം പോകണ്ടല്ലേ കണക്കൊല്ലം കാണിച്ചാൽ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഞങ്ങൾ ഞാൻ നേരത്തെ അന്നാച്ചായിരുന്നു അവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു. ഞാൻ ഇവിടുന്ന് ജാറിനകത്ത് വെള്ളം കൊണ്ടുപോയിരുന്നു. മോട്ടർ അടിച്ച് എനിക്ക് വെള്ളം തരുമായിരുന്നൊക്കെ. മോട്ടർ അന്നേരം മണ്ടയിലോട്ടാണ് വെള്ളം കിട്ടിയേക്കുന്നത്. ഈ പൊന്നാട്ടി പോവാണോ നമ്മൾ തിരിച്ച്? ചോദിച്ചു കുഞ്ഞ് ഉറങ്ങുവാണെന്ന് ചോദിച്ചു. നമ്മള് പോവാനോ? അന്നേരം അവിടെ അല്ല മൃഗത്തിലായിരുന്നു മറ്റേ അന്നേരം അവിടെ ഉറങ്ങുവാണ്. ആണല്ലേ? മടുത്തോ? പപ്പ ടി വി കാണിച്ചാ ടിക്കറ്റ് വിചാരോ ഇതുള്ള ചെടിയായിട്ടാ നോക്കുന്നതാണ്. ഏകദേശം എല്ലാം തീർന്നു. ഇത് ഈ സൈസ് ചെടിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ വിളിച്ച് ഓട്ടോ വരണമെന്ന് തോന്നുന്നു. ബൈക്കാന്ന് തോന്നുന്നു. ശരി മനോജാ. ആ അവിടെ ഇത്ര നേരം ഇരുന്ന് തന്നെ ബാക്കി. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. മുറിഞ്ഞോടെയായി ബസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആൾക്കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്നു. ഓട്ടോ വിളിച്ചു വന്നു. അങ്ങോട്ട് ഓട്ടോ വിളിച്ചു പോയി. എല്ലാവരും ഓട്ടോ തിരിച്ച് ഞങ്ങളിപ്പോ ബസ്സിന് പോകാൻ വേണ്ടി നിൽക്കുന്നു. ആൾക്കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുകയാണ്. കുട്ടി ഇറങ്ങിപ്പോയി. കാര്യങ്ങളും കാഴ്ചകളും അല്ല കാഴ്ച ഇനിയൊന്നും കാണിക്കാനില്ല. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം അല്ലേ? അതെ. എന്താണ് താങ്കൾക്ക് സന്തോഷം? നമ്മൾ പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പുറകെ പറയാം കേട്ടോ. ഏതാണ് സംഭവം ഇപ്പോൾ വരുമായിരിക്കും, അറിയത്തില്ല. ബസ് കയറുന്ന ഒരു ടാസ്ക് ആണ്. നേരത്തെ അതല്ല, പിന്നെ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് കയറി ഇരുന്ന് പോകാമായിരുന്നു. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല, കയറി ഇറങ്ങി സീറ്റ് ഉണ്ടാവുമെന്നൊക്കെ അറിയത്തില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ചാടി റിസ്ക് ആണ്. എന്നാലും നോക്കട്ടെ, പോകാതിരിക്കും. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവര് ചിലപ്പോ ഒന്നും നിർത്തി തരുമായിരിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് കയറുമ്പോ സീറ്റില്ലെങ്കിൽ ആരെങ്കിലൊക്കെ എണീറ്റ് തരാം, അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ടല്ലോ. നമ്മള് പോലില്ല, സീറ്റുണ്ടെങ്കിൽ മാത്രം നമ്മൾ കയറുന്നുള്ളൂ. കാരണം ഇഷ്ടംപോലെ ബസ് രാത്രി ആയാലും ഉണ്ടാവും വിചാരിക്കുന്നു. വൈകുന്നേരം ആയി ഇപ്പൊ സമയം. നമ്മൾ ഇത്ര ചേട്ടന് അത്രയും നേരത്തെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലല്ലോ നമുക്ക്. അവളെ കൊണ്ട് ആദ്യമായിട്ട് പോകുന്നല്ലേ. എന്നിട്ട് എല്ലാവരും എടുത്ത് കൊതി തീർന്നില്ല. പക്ഷെ ഇനി വേറെ ദിവസം നമുക്ക് പോവാം അല്ലേ? പക്ഷെ നമുക്ക് ഇനിയൊരു നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് പതുക്കെ അതാണെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ പോകാം, കുഴപ്പമില്ല. പക്ഷെ ഇത് നമുക്ക് പറ്റത്തില്ല ഒന്നും. പോവാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. ഇത് കുഞ്ഞാവയൊരു കത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയത്. നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എത്ര 10 മണിയായി. ഇത് 6-7 മണിയായപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. ഒറ്റ ദിവസം യാത്രയായിരുന്നു കേട്ടോ. നമ്മള് ഒരു ദിവസം ഒറ്റ ദിവസം പ്ലാൻ ചെയ്ത് പോയതാണ്. കാരണം ഇനി പോകുമ്പോൾ നമ്മൾ ഇത് ചെയ്യാറുള്ളത് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ എല്ലാം കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈവൻ തൊട്ടി വരെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. തൊട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡ് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസം പോയിട്ട് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വന്നത്. പിന്നെ ഇനി പോകാലോ അല്ലേ? പോകാലോ. എല്ലാവർക്കും സന്തോഷമായി, അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്, സന്തോഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മമ്മി മാത്രമേ ഉള്ളൂ വീഡിയോയില്. പ്രതീക്ഷേനേക്കാൾ അപ്പുറത്ത് നമ്മൾ വീഡിയോ കുറച്ച് കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറച്ച് ഇത്തിരിയെങ്കിലും എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതെ, വിചാരിച്ചതിൽ കൂടുതൽ വീഡിയോ ഒക്കെ എടുത്തു. കുറെ സമയം അവിടെ നിന്നു. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞോടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി. കുഞ്ഞ് ഇങ്ങോട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവിടെ തൊട്ട് ഇവിടെ വരെ ഉറങ്ങുമായിരുന്നു. ഇവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവള് എഴുന്നേറ്റത് കേട്ടോ. നമ്മൾ പിന്നെ ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ ബസ് ഒരു സ്റ്റാൻഡിൽ നല്ല നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ചിലപ്പോൾ എന്നാലും അവള് വണ്ടി നിർത്തുമ്പോ എഴുന്നേക്കും. എന്താണെങ്കിലും
പോയിട്ട് കുറെ നാളത്തെ ആഗ്രഹം, കുറെ നാളത്തെ കാത്തിരിപ്പ് എല്ലാത്തിനും ഒരു അവസാനം ആയിരിക്കുകയാണ്. അങ്ങനെ അത് ഒരുപാട് പേര് പറഞ്ഞവർക്കൊരു കൈയും കണക്കില്ല. നമ്മൾ അതിനെ ചൊല്ലി എത്ര വീഡിയോസ് ഇട്ടു, എന്തോരം എന്തൊക്കെ അതിന്റെ പേര് പുറകെ ഒരുപാട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈവൻ അതായത് ഒരുപാട് കാട് കയറി ചിന്തിച്ചവരുണ്ട്. ഇത് ഈവൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അവിടെ കൊണ്ട് കാണിക്കുക. അങ്ങനെയാണ്, അതായത് നോർമൽ രീതിയിലല്ല, അത്ര ഹാർഷായിട്ടൊന്നും സംസാരിച്ചു. ഞാൻ തിരിച്ച് സംസാരിച്ചു. അത് ഇനിയിപ്പോൾ ആ ചേച്ചി പറഞ്ഞെന്നെ അറിയാവോ, അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അങ്ങനെ ഞാൻ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഓർത്തത് ഇത്ര കൂടിപ്പോയില്ലെന്ന് അവർ ഓർത്തത്. ഞാനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഓർത്ത് അങ്ങനെ ആയിരുന്നു. കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളത് എന്താണല്ലോ നിങ്ങൾക്കും എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും, അതായത് വേറൊന്നുള്ളത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കറിയാം, അതിനകത്ത് അവർക്കും എത്രമാത്രം ഇഷ്ടപ്പെടുന്നവർ നല്ലത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എല്ലാവരും പ്രായമായിരുന്നു, അവർക്ക് വരാൻ പറ്റില്ല, അപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലെന്നത് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് ഒരുപാട് പേരോട് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ചെയ്ത് നമ്മൾ പറഞ്ഞു നമുക്ക് പോകാനുള്ള കുഞ്ഞിനെ കൊണ്ട് പോകാനുള്ള സാഹചര്യം ഇല്ല, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അവൾ ഒന്ന് ഓക്കെ ആയപ്പോൾ നമുക്ക് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പോയി. ഞാനാണ് അച്ഛനോട് പറഞ്ഞത് നമുക്ക് പോകാന്ന് പറഞ്ഞ് റെഡിയാക്കി ഞങ്ങൾ പോയത്. എന്നെയാണ് എല്ലാരും കുറ്റം പറയണത് മെയിനായിട്ട്. വേറെ ഉണ്ടല്ലോ ആകെ പറഞ്ഞത്, കാരണം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പം ഫുൾ ടൈം ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ പോലും കുഞ്ഞിനെ എടുത്തോണ്ടിരുന്നത് ഫുൾ വണ്ടി ഇരുന്നത് ഫുൾ ഇതില് ഇതാണ്. അപ്പം എന്നോട് ചോദിച്ചു എടുക്കാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കില്ല, കാരണം നമ്മൾ അങ്ങനെ പിടിച്ച് ശീലിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം കുട്ടിക്കാരൻ എത്തിയപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു. പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. അത് അവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ മുറിഞ്ഞു വരെ, പക്ഷെ അത് നല്ല രീതിയിൽ കരഞ്ഞു. നമ്മൾ വന്നിട്ട് ഇച്ചിരി കൂടി ലോങ് പോകണമായിരുന്നെങ്കിൽ നമ്മൾ പാതി ഇറങ്ങേണ്ടതാണെങ്കിൽ നമ്മള് വളഞ്ഞേങ്ങാനാവുന്നതിന് ഇറങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ കുട്ടിക്കാനാകുമ്പോൾ ഇറങ്ങേണ്ടതാണ്. പിന്നെ തിരിച്ചു പോയി വന്നു. ടെൻഷൻ ആയിരുന്നു, ദൈവമേ ഇനി എങ്ങനെ തിരിച്ചു പോകും, അവിടെ കിടന്നാലോ എന്ന് ഓർത്ത് നമ്മളൊന്നും കൊണ്ടുപോയില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം അവള് ഓട്ടോ ഇരുന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു, അവൾ കാഴ്ചയെ കണ്ടിരിക്കുമായിരുന്നു. തിരിച്ച് നമ്മൾ മുറിഞ്ഞോടെ ഇറങ്ങി ഓട്ടോയ്ക്ക് ഇറങ്ങി ബസ്സിന് കയറിയപ്പോഴത്തേനും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ ആയി, ഉറങ്ങി, എല്ലാം സെറ്റായി. ഇവിടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്താ പറയുക, ഭയങ്കര സന്തോഷം. കാരണം എന്തൊക്കെയോ ആൾക്കാർ വേറെയൊക്കെ കരുതി കൂട്ടിയവർക്ക് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയവരൊക്കെ ഉണ്ട്. അപ്പം അവർക്കെങ്കിലും മനസ്സിലാവില്ല ഇതൊന്നും എന്തായിരുന്നു കാരണം എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ മനസ്സിലാക്കാത്ത അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ ഇതിനും വന്ന് കുറ്റം പറയുന്നവരുണ്ടാകും. കാരണം അവരെ കുറച്ചു ദിവസം നിന്നുവിടായിരുന്നോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതിനും നമ്മുടേതായിട്ടുള്ള കാരണങ്ങൾ നമുക്കുണ്ട്. നമുക്ക് പറയാനുണ്ടല്ലോ, പറയുന്നവർക്ക് എന്തും വേണം പറയാം. കാരണം കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അല്ലെങ്കിൽ അവർ പറയും ഒരുപാട് പേര് നമ്മൾ അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സാഹചര്യം നമുക്കറിയാം, നമ്മൾ അങ്ങനെയാണ്. പോയപ്പോൾ തന്നെ ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടി, അങ്ങോട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചെങ്ങനെ വരും, എത്തിപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവള് കരഞ്ഞു. എനിക്കാണെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 10 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ ചെന്നിട്ട് 11 മണിക്കായിരുന്നു ബസ്. കാരണം 1 മണിക്കൂർ 10 മണി കഴിഞ്ഞ് പറഞ്ഞാ 11 മണിക്ക് ബസ് കിട്ടി നമുക്ക്. അത്രയും സമയം നമ്മൾ ആ സ്റ്റാൻഡിലിരുന്ന് പുഴുങ്ങി നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഈവൻ പെട്ടെന്ന് എത്തി എന്നുള്ളൊരു തോന്നലുണ്ടായി. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അവളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കുഞ്ഞു പിള്ളേരാണ്, എത്രത്തോളം ഇതാകും എങ്ങനെയാവും പറയാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങൾക്ക് പോകാനും ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ. ഇനിയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അവൾ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി ബസ്സിന് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ തിരിച്ച് അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉറങ്ങിയപ്പോൾ ഓക്കെ എന്ന് തോന്നുന്നു. പക്ഷെ നമുക്കറിയില്ല എപ്പോഴാണ് അവരുടെ കുഞ്ഞുങ്ങളല്ല, അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്കറിയില്ല. അവ ഏതൊക്കെ ആയാലും എന്തൊക്കെ ആയാലും ഞങ്ങൾ പോയി തിരിച്ചു വന്നു. എല്ലാവരെയും കണ്ടു. പപ്പായും മമ്മിയും കാണാൻ പോയി. ഞങ്ങൾ ചേട്ടായിയെ കൂടി കണ്ടു. ചേട്ടായി അവിടെ ഉണ്ടായിരുന്നു കറക്റ്റ് സമയത്ത്. ആ കുട്ടി ഏറ്റവും കൂടുതൽ സമയം ഇരുന്നതും ചേട്ടായുടെ കൂടെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തോളെ കയറി ഇങ്ങനെ വലിയ ഗാമയ്ക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുന്ന കണ്ടു. അവൾ ആരുടെ കൂടെയും പോകും കേട്ടോ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഉറങ്ങിയോ? അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ വിശേഷം. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല ഒരു പ്രാവശ്യം പോലും. ഇതെല്ലാം വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ആദ്യത്തെ വീഡിയോ തൊട്ടല്ലേ, റിയാക്ഷൻ എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും എടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് പോയിട്ട് പെട്ടെന്ന് പോകാൻ
അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് വേറൊന്നുണ്ടല്ല. കാരണം നമ്മൾ ഇവിടെ കൊണ്ട് പോകാൻ പറ്റിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈവൻ ഇവിടെ തോപ്രാങ്കുടി പോയപ്പോൾ പോലും സോറി തോപ്രാങ്കുടി പോയപ്പോൾ പോലും നമ്മൾ 2 ബാഗുമായിട്ട്, ഞാൻ ബൈക്കിലാണ് പോയത്, ബസ്സിന് പോകുമ്പോൾ പറ്റത്തില്ല, 2 ബാഗുമായിട്ട് പോയത്. കുറേ സാധനങ്ങൾ 2 ദിവസം നിന്നായിരുന്നല്ലോ എടുത്തുകൊണ്ട് പോയിട്ട് കുറേ സാധനങ്ങളായിട്ട് പോയത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാഗുമായിട്ട്, ഞാനും ബസ്സിനാണ് പോയത്, അന്ന് ബൈക്കിനാണ് ഞാൻ പോയത്, അതാണ് വ്യത്യാസം. അപ്പം എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, ബസ്സിന് പോകുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത്. കാരണം ഒന്ന് മാറ്റി പിടിക്കാൻ പോലും നമ്മളെല്ലാ ബാഗും ഉണ്ടെങ്കിൽ പറ്റത്തില്ല. ഈവൻ നമുക്കൊരു കുറച്ച് സാധനങ്ങൾ വേറെ ബാഗെല്ലാം കുറച്ച് കൂട് കയ്യിലുണ്ടായിരുന്നു, എന്നിട്ട് പോലും അത് ഞെക്കി ഇങ്ങനെ കാലുകൊണ്ട് കൈകൊണ്ടൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ അവസ്ഥ നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞങ്ങള് സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചോണ്ടുവന്ന അച്ഛ കൊച്ചിനെ എടുത്തു, എല്ലാവരുടെ സത്യം പറഞ്ഞാൽ കൈ വിറയ്ക്കാൻ തുടങ്ങി, കൈ വേദന എടുത്തിട്ട്. അതുപോലെ ബുദ്ധിമുട്ടാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം ഇനി പുതിയ വിശേഷങ്ങൾ. ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈ.